ഇപ്പോൾ നമ്മൾ മുണ്ടക്കയിലേക്കൊന്ന് പോകുന്നു. അവിടെ സുദേവൻ്റെ വീടിൻ്റെ അടുത്ത് ടി വി പ്രസാദുണ്ട്. ടി വി പ്രസാദ് ഒരു മൃതദേഹമാണ് അവിടെ നിന്ന് നേരത്തെ കണ്ടെടുത്തത്. ഇപ്പോൾ ആ വീടിൻ്റെ ഉൾഭാഗത്തേക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് മുണ്ടകൈ ഭാഗത്തു നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ? സുദേവിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ആക്സസ് സാധിച്ചിട്ടുണ്ടോ രക്ഷാപ്രവർത്തകർക്ക്? അരുൺ, ഞാനിപ്പോൾ നിൽക്കുന്ന അരുൺ പറഞ്ഞതുപോലെ സുദേവിൻ്റെ രക്ഷാപ്രവർത്തനം നടത്തുന്ന സ്ഥലത്താണ്. ഇവിടെ ഇപ്പോൾ 2 കൂറ്റൻ JCBകൾ എത്തിയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാൻ വരും. 2 വലിയ JCBകൾ ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. നേരത്തെ ഈ സ്ലാബ് തള്ളി മാറ്റാനുള്ള ശ്രമമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ അടിഞ്ഞ വലിയ കല്ലുകൾ എടുത്തു മാറ്റുന്നത് കാണാം. അതോടൊപ്പം തന്നെ സ്ലാബുകൾ, പൊട്ടി വീണ സ്ലാബുകൾ എടുത്തു മാറ്റുന്നു. സ്റ്റെയർ കേസിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഒരു JCBയിൽ നിന്ന് എടുത്തു മാറ്റുന്നത്. ഈ 2 JCBകൾ ഇവിടേക്ക് വന്നതോടുകൂടിയാണ് ഈ പ്രവർത്തനത്തിനൊരു വേഗം വെച്ചത്. നേരത്തെ മനുഷ്യർ മാത്രമായിരുന്നു ഇത് ചെയ്തത്. സുദേവനടക്കം 5 പേരാണ് ഇതിനുള്ളിൽ കുടുങ്ങിയിട്ടുള്ളത്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ രാവിലെ 6 മണി മുതൽ തുടങ്ങിയ രക്ഷാപ്രവർത്തനം ഉച്ചയ്ക്ക് ഏതാണ്ട് 1 മണി 2 മണി വരെയെല്ലാം മനുഷ്യർ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. വലിയ ചുറ്റിക കൊണ്ടായിരുന്നു കൂറ്റൻ സ്ലാബുകൾ അടിച്ച് തകർത്ത് അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം രക്ഷാപ്രവർത്തകർ നടത്തിയത്. പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടിരുന്നു. അതായത് സ്ലാബ് അടിച്ചു മാറ്റിയെങ്കിൽ പോലും അകത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരുപാട് ചളിയും വലിയ കല്ലുകളും കൂറ്റൻ മരങ്ങളും ഈ വീട്ടിനുള്ളിലേക്ക് നിറഞ്ഞിരുന്നു. ആദ്യഘട്ടത്തിൽ സ്ലാബ് പൂർണ്ണമായി മാറ്റി അടുക്കള ഭാഗത്തേക്കായിരുന്നു ആദ്യം കയറാൻ പറ്റിയിരുന്നത്. ആ ഭാഗത്തുള്ള പരിശോധന തുടങ്ങുന്നതിനിടയിലാണ് പിന്നീട് 2 കൂറ്റൻ JCBകൾ ഇവിടേക്ക് എത്തുകയും രക്ഷാപ്രവർത്തനത്തിന് വേഗം വെക്കുകയും ചെയ്തത്. ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ഒരു 10-200ഓളം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. നേരത്തെ ആർമിയും NDRFും ഫയർഫോഴ്സും മറ്റ് രക്ഷാപ്രവർത്തകരും എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ ആളുകൾ മറ്റിടങ്ങളിലേക്ക് മാറിപ്പോയി. മറ്റിടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് മാറിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സുദേവൻ്റെ വീട്ടിൻ്റെ ഉൾഭാഗമാണ് ഇപ്പോൾ കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. മുറിക്കകത്താണ് ഈ കാണുന്ന ചളികളെല്ലാം പൂണ്ടിരിക്കുന്നത്. നേരത്തെ ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് ഈ മുകൾ ഭാഗത്തെ സ്ലാബ് മാറ്റിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഇറങ്ങാൻ പറ്റുമെന്നായിരുന്നു. അതിൻ്റെ ഒരു അങ്ങനെ ഒരു പ്രതീക്ഷയായിരുന്നു. വളരെ വേഗം തറഭാഗമാണല്ലോ അവിടെ മാറ്റുന്നത്. അതെനിക്ക് തോന്നുന്നു ആ മുറിക്കുള്ളിലേക്ക് ആക്സസ് വേണമെങ്കിൽ ഈ ചെളി മാറ്റണം, അതാണോ? രാവിലെ കണ്ടതാണ്. പക്ഷെ പിന്നീട് നമ്മളെല്ലാം കണക്ക് കൂട്ടുന്നതിൻ്റെ അപ്പുറമായിരുന്നു ഇതിനകത്ത് അടിഞ്ഞുകൂടിയ ചെളിയും കല്ലുകളും മരങ്ങളുമെല്ലാം എന്ന് രക്ഷാപ്രവർത്തകർ തിരിച്ചറിയുകയായിരുന്നു. പക്ഷേ അങ്ങനെയല്ല അരുൺ, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തന്നെയാണ് ഈ വീടിൻ്റെ മുറി എന്നതാണ്. അതായത് അതിൻ്റെ മുകൾ ഭാഗം മാന്തുന്നതിന് കണക്കായിട്ട് അവർ മാറ്റിയെടുത്തിട്ടുണ്ട്. ചുമരൊക്കെ ഇപ്പോൾ ഓൾറെഡി മാന്തിയെടുത്തു. ഇപ്പോൾ മുറിക്കുള്ളിലാണ്, അതായത് വീട്ടിനുള്ളിൽ തന്നെയാണ് തിരച്ചിൽ നടക്കുന്നത് എന്നതാണ്. അതായത് ഇത് ഒന്നും മനസ്സിലാവാത്ത രീതിയിലാണ്, അത്രമേൽ അളവിലാണ് ഈ മണ്ണുകളും കല്ലുകളും മരങ്ങളും എല്ലാം വന്നു പതിച്ച് ഇതിൻ്റെ രൂപം തന്നെ മാറിപ്പോയത്. മുഴുവൻ ചെളി വന്ന് മൂടുക, ഏതാണ്ട് തറനിരപ്പ് എത്തിയിട്ടും ആ വീട് എനിക്ക് നിന്ന് ആ വീട് നിന്ന് ചെറിയ താഴ്ചയിലായിരുന്നിരിക്കണം ഒരു പക്ഷേ. ആ ഭാഗത്ത് ഒരു നില മുഴുവൻ മണ്ണ് മൂടി കിടക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് മുറിയാണെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അത്രമേൽ വലിയ ഒരു മണ്ണിടിച്ചിൽ വന്ന ആ വീടിനെ മൊത്തം കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വളരെ സാവധാനം മാത്രമല്ലേ അത് കാര്യം. അവിടെ എന്തെങ്കിലും 5 പേർ അതിനകത്ത് കുടുങ്ങിക്കിടപ്പുണ്ടാവുമല്ലോ. അവരെ അല്പസമയത്തിനുള്ളിൽ JCB കണ്ടെടുക്കുകയും ചെയ്യുമല്ലേ? അതെ, ഇതിപ്പോൾ നമ്മൾ രാവിലെ അതെ നമ്മളിപ്പോൾ രാവിലെ മുതൽ ഇവിടെ കണ്ടത്
ആ സമയത്ത് ഒരു സ്ലാബിൻ്റെ രൂപമെങ്കിലും ഉണ്ടായിരുന്നു എന്നതാണ്. പക്ഷെ പിന്നീട് അത് പൊളിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭീകരത മനസ്സിലായത് തന്നെ. പിന്നീടാണ് ഈ ചെളിയും മണ്ണും കല്ലും എല്ലാം നിറഞ്ഞ് ഇതിനകത്തേക്ക് കയറാൻ പറ്റാത്തൊരു സ്ഥിതിയായത്. ഇപ്പോൾ അവിടെ 4-5 പേർ അരികിൽ നിൽക്കുന്നത് നമുക്ക് കാണാം. അവരും വീടിൻ്റെ ഒരു ഭാഗത്താണ് കയറി നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും കരസേന ഉദ്യോഗസ്ഥരും തുടങ്ങിയവരെല്ലാവരുമുണ്ട്. രാവിലെ മുതൽ തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവരുമുണ്ട്. ഇവരോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം വരും കാര്യങ്ങൾ. ഇതിപ്പോൾ കുഴിക്കുന്നത് വീടിൻ്റെ ഉൾവശമാണല്ലോ അല്ലേ? അതെ അതെ അതെ, വീടിൻ്റെ ഉൾവശമാണ് കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം രാവിലെ നമ്മൾ സ്ലാബ് മാറ്റാൻ ശ്രമിച്ചു സ്വന്തം നിലയ്ക്ക്. അതെ, രാവിലെയാണ് സ്ലാബ് മാറ്റാൻ ശ്രമിച്ചത്. പിന്നെ അതിനുശേഷം ഇപ്പോൾ 1 മണിക്കൂർ മുമ്പാണ് ഹിറ്റാച്ചികൾ വന്നത്. ഇപ്പം എന്താ അവസ്ഥ? ഒരു ബോഡി ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മാറ്റി സ്ലാബ് മാറ്റി അവിടുന്ന് ഒരു ഉമ്മയുടെ ബോഡി ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് കിട്ടിയോ? ഇവിടുന്ന് കിട്ടി. പെണ്ണുങ്ങളുടെ ബോഡിയാണ് ഇവിടുന്ന് കിട്ടി. ഇപ്പോഴാ ഒരു 2 മണിക്കൂർ മുന്നേ, 2 മണിക്കൂർ മുൻപായിട്ടുള്ള ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്. പുറത്തുനിന്ന് ഒരു ബോഡി, രാവിലെ അവിടെ ബോഡി. അല്ല, ഇതിനകത്ത് സുദേവൻ അടക്കം 5 പേരാണ് ഈ വീട്ടിൽ പേരാണുള്ളത്. അതിലൊരാളെ ഇനി 4 പേരെ ബോഡി കിട്ടാനുണ്ട്. സുദേവന്റെയും ഭാര്യയുടെയും 2 കുട്ടികളുടെയും ബോഡിയാണ് ഇതിൽ നിന്ന് കിട്ടാനുള്ളത്. അമ്മയായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്നത്. അമ്മയുടെ ബോഡി കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ പുറത്തുനിന്ന് കാണുന്നവർക്കേ ഇതിപ്പോൾ ഒരു വീടാണെന്നും തോന്നുന്നില്ലല്ലോ യഥാർത്ഥത്തിൽ. ഇതിപ്പോൾ എന്താണ്, അതൊന്ന് വിശദീകരിക്കാമോ? ഇത് ഈ മല ഇറങ്ങി വന്നതിൻ്റെ ഭാഗമായിട്ട് ഈ വീട്ടിലിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളെ ഇതെങ്ങനെയാണ്, ഇതിൻ്റെ ചുമരെവിടെ പോയി? സ്ലാബ് നമ്മൾ എടുത്ത് മാറ്റിയല്ലോ, ഈ വീടിൻ്റെ ഒരു രൂപം എവിടെ പോയി എന്നുള്ളതാണ്. അതെല്ലാം വെള്ളം വന്നെല്ലാം തകർന്ന് മരമൊക്കെ അതിനുള്ളിൽ കയറിയിട്ട് എല്ലാം തകർന്ന് കിടക്കുന്നുണ്ട്. മൊത്തം ഫുൾ മണ്ണ് നിറഞ്ഞിരിക്കാൻ. വീടിൻ്റെ രൂപം മാറ്റി, രൂപമൊക്കെ മാറിപ്പോയി. മണ്ണ് ഫുൾ മണ്ണാണ് അതിൽ നിറഞ്ഞ. ഓരോ മണ്ണ് സ്ലാബ് മാറ്റുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫുൾ മണ്ണാണ്. ഫുള്ളും വെള്ളവും മണ്ണും ചളിയൊക്കെ ആയിട്ട് ഫുള്ളാണ്. അരുൺ ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ ഇപ്പോൾ നമ്മുടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവരാണ് ഇപ്പോൾ ഇവിടെ സംസാരിച്ചത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ലാബ് മാത്രമായിരുന്നു വീടിൻ്റെ രൂപത്തിൽ ഉണ്ടായിരുന്നത് മുകൾ ഭാഗത്ത്. പിന്നീട് താഴെ ഭാഗം കല്ലുകളും മരങ്ങളും ചെളിയും എല്ലാം വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ വന്ന് അതിൻ്റെ രൂപങ്ങളാകെ മാറി. ആ വീട്ടിനുള്ളിലെ സ്റ്റെയർ കേസിൻ്റെ കഷ്ണങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുപോലെ ഓരോ ഭാഗവും കഷ്ണമായി പല ഭാഗത്തേക്കും തെന്നിമാറി. ഇതിലിപ്പോൾ ഒരു മൃതദേഹമാണ് കിട്ടിയത്. 4 പേരെ ഇനിയും ഇപ്പോൾ കണ്ടെത്താനുണ്ട്. ഇപ്പോൾ 2 JCBകൾ കിണഞ്ഞു ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് 4 പേരെയും കൂടി കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവർക്ക് ഉള്ളത്. ഉച്ചയോടുകൂടിയാണ് ഇവിടെ ഇപ്പോൾ JCB എത്തിച്ചത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ലാബൊക്കെ അവർ നേരത്തെ അടിച്ച് പൊട്ടിച്ച് വലിച്ചു മാറ്റുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഇപ്പോൾ കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ വന്നതോടുകൂടിയാണ് കുറേയും കൂടി വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. എവിടെയാണ് ഇനി നമുക്ക് അവരെ തിരയാൻ കഴിയുക? ഇതേപോലെ ആയിരിക്കില്ലേ 191 പേരെ കാണാതായി എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ വീടുകളിൽ ഇത്രയും വലിപ്പത്തിൽ ചെളിവ് നടിഞ്ഞിട്ടുണ്ടാവില്ലേ? വലിയ സ്ലാബുകൾ നീക്കുന്നു. അതിനിടയിൽ അവർ പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കണ്ടെത്താനാവുക? കുറച്ചു കഴിഞ്ഞാൽ ഈ മണ്ണ് ഉറച്ചു പോവില്ലേ? ഉറപ്പാണ്. അരുൺ, ഇതിലിപ്പോൾ നമ്മളിപ്പോൾ ഒരു യാഥാർത്ഥ്യം പറഞ്ഞാൽ എത്രത്തോളം ആളുകളെ ഇങ്ങനെ കണ്ടെത്താൻ കഴിയും എന്ന കാര്യം നമ്മൾ കണ്ടു തന്നെ അറിയണം. ഇതിപ്പോഴൊരു സുദേവൻ്റെ വീട്ടിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അല്പം മുമ്പ് നമ്മൾ ഈ ഉരുൾപൊട്ടൽ തുടങ്ങിയ ഭാഗത്തേക്ക് പോയി. അവിടെയും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അവിടെയും ഇവിടെയും എന്ന് മാത്രമല്ല, ഈ ഉരുൾപൊട്ടൽ ഒഴുകി വന്ന് എവിടെയൊക്കെ വീടുകളെ വിഴുങ്ങിയിട്ടുണ്ട്. അവിടെയെല്ലാം സമാനമായ ദൃശ്യങ്ങളാണ്. എങ്ങനെ ഇതിനകത്ത് ഉൾപ്പെട്ട ആളുകളെ കിട്ടും എന്നുള്ളത് ആർക്കും ഒരെത്തും പിടിയുമില്ല എന്നുള്ളതാണ്. ഇതിലിപ്പോൾ 4 പേർ ഇതിനകത്തുണ്ട്. 4 പേർ ഈ ചളിക്കൂനയിൽ, ഈ കല്ലിൻ്റെ ഇടയിൽ, ഈ മരങ്ങളുടെ ഇടയിൽ ഉണ്ട്. നേരത്തെ ഒരു വീടായിരുന്നു, ആ വീടിന്നില്ല. പക്ഷേ എവിടെ ആയിരിക്കും അവർ എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം. അതിനുവേണ്ടിയുള്ള തിരയലാണ് ഇവർ നടത്തുന്നത്.